നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസ് അതീവ സന്തോഷകരമായ ഒരു വാർത്തയാണ്. ഇന്ന് ജൂൺ 19 വായന ദിനാചരണം. പി എൻ പണിക്കർ അനുസ്മരണ ദിനം കൂടി. ബഹുമാന്യനായ പി എൻ പണിക്കർ, തൊടുപുഴ MLA പി ജെ ജോസഫ് സാർ, ഇവരെ പോലെ ഉള്ളവരുടെ ജീവിത ശൈലികൾ ഇന്നത്തെ തലമുറകൾ മാതൃകയാക്കേണ്ടത് ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമായി വന്നിരിക്കുന്ന കാലങ്ങളാണ്. വായിച്ചു വളർന്ന കഴിഞ്ഞ തലമുറകളുടെ സ്വഭാവ സവിശേഷതകളാണ് ഇന്ന് ഈ ഭൂമിയിൽ സമാധാനത്തിൻ്റെയും സാമൂഹ്യ പ്രതിബദ്ധതയുടെയും ഭാഗമായിക്കൊണ്ടിരിക്കുന്നത്. അതിനുദാഹരണമാണ് തൊടുപുഴ MLA പി ജെ ജോസഫ് സാറിൻ്റെ വീടും പരിസരവും. ചെറുപ്പകാലത്ത് വായനയിൽ കൂടി നല്ല വിദ്യാഭ്യാസവും രക്ഷകർത്താക്കളെ ആദരിച്ചു ബഹുമാനിച്ചുകൊണ്ടും പ്രകൃതിയെ ആപ്പാടെ മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് 58 വർഷത്തോളം ഈ കേരളത്തിൻ്റെ മന്ത്രി MLA നിരവധി പദവികൾ തൻ്റെ ജീവിതത്തിൽ അനുഭവവസ്ഥകൾ ആയിട്ടും ആഡംബര സൗകര്യങ്ങൾ ഒന്നും ഇല്ലാതെ വായിച്ചു വളർന്നതിന്റെ പ്രതിഫലമാണ് 70 കഴിഞ്ഞിട്ടും സ്വന്തം ഭാര്യയുടെ സ്വർഗീയ യാത്രയുടെ പൈതൃകം സംരക്ഷിക്കുന്ന, ഭാര്യ തന്റെ ഓർമ്മയ്ക്കായി നട്ടുവളർത്തിയ മുറ്റത്തെ തേന്മാവ് മരങ്ങളും 150 വർഷമെങ്കിലും പഴക്കം ചെന്ന വൻ മരങ്ങളും പ്രിയ പത്നിയുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇന്നും രാവിലെ മുറ്റത്ത് നോക്കി ഈ മരങ്ങളെ ജീവനുമെല്ലാം സ്നേഹിച്ചുകൊണ്ടാണ് 100ഓളം പശുക്കളെയും മറ്റു പക്ഷിമൃഗാദികളെയും താലോലിച്ചുകൊണ്ട് ഇന്നും പത്രം വായിക്കുന്നതും മറ്റു പുസ്തകങ്ങൾ എല്ലാം വായിക്കുന്നതിനൊപ്പം വലിയൊരു കാർഷിക അഭിവൃദ്ധിയുടെ ഒരു ഉദ്യാനത്തിന്റെ മേൽനോട്ടം വഹിച്ചുകൊണ്ടാണ്. അങ്ങനെ പണ്ട് വായിച്ചു വളർന്നതിന്റെ ആ മനസ്സിന്റെ നന്മകൾ പകരാൻ നിരവധി പ്രജകളാണ് രാവിലെ ഈ മുറ്റത്ത് പല കാര്യങ്ങൾക്കുമായി വന്നു നിൽക്കാറുള്ളത്. ഇന്ന് വായിക്കാതെ വളരുന്ന ഒരു വിദ്യാഭ്യാസ സമൂഹത്തിന്റെ ദൂഷ്യഫലങ്ങൾ രക്ഷകർത്താക്കൾ ദിനംപ്രതി അനുഭവിച്ച് സമൂഹം പല രീതികളിലും കലുഷിതമാകുന്ന ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ MLA പി ജെ ജോസഫ് സാറിന്റെ ജീവിത ശൈലികളും ഈ വീടും പരിസരവും നമ്മൾ പാഠ്യ വിഷയം തന്നെയാക്കേണ്ടതാണ്. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് പുറപ്പുഴയിൽ നിന്നും KK വിജയൻ.